എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെ ഗോമതിയുടെ അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ചാനലിനുള്ളിലാണ് നമ്മൾ ഇഷിതയുടെയും മഹേഷിന്റെയും അബിയുടെയും ജാനകിയുടെയും വേദയുടെയും വിക്രത്തിന്റെ ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവര് ആ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. അപ്പൊ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ലോഡ് ചെയ്തേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ച കാണാൻ പോകുന്ന ആകപ്പാട് സമനില തെറ്റിയ പോലെയാണ് ഗോമതിക്ക്. കാരണം അങ്ങോട്ടേക്ക് ശ്രീദേവി കെട്ടിക്കേറി വന്നതിന് ശേഷം ഗോമതിക്കിടെ നല്ല പണി തന്നെയാണ് ബാലൻ കൊടുക്കുന്നത്. പണി എന്ന് പറഞ്ഞാൽ ചെറിയ പണിയൊന്നുമല്ല. കാരണം ഓരോ ചെറിയ കാര്യത്തിന് പോലും ശ്രീദേവിനെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് പുകഴ്ത്തുവാണ് ബാലൻ. ഇത് കേട്ട് കഴിയുമ്പോ ഗോമതിക്ക് സഹിക്കോ? കാരണം ഇത്രയും കാലം ദേവമംഗലം കാര്യങ്ങളൊക്കെ നോക്കി, അല്ലെങ്കിൽ ദേവമംഗലത്തെ അടുക്കള കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും എല്ലാം നോക്കിക്കൊണ്ടിരുന്ന ഗോമതിയാണ്. പെട്ടെന്നൊരു ദിവസം ഒരു പുതുപ്പെണ്ണ് കയറി വന്ന ഉടനെ അവൾ ആ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. പോരാത്തേന് ഓരോ കാര്യം ചെയ്യുമ്പോഴും ബാലന്റെ പുകഴ്ത്തല് അത് അസഹനീയമായിട്ട് വന്നുകൊണ്ടിരിക്കുക. അതിന് ബാലൻ ഓരോ കാരണങ്ങളും കണ്ടെത്തുന്നുണ്ടായിരുന്നു. അത് പുതിയതായിട്ട് വന്ന പെൺകുട്ടിയല്ലേ, അവൾ ഇങ്ങനെ ചെയ്യുന്നത് കഴിയുമ്പോഴത്തേനും നമ്മൾ അവളെ ഒന്നും പ്രശംസിക്കുകയൊക്കെ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെങ്കിൽ ഇത് ഗോമതിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഗോമതി തന്റെ അതൃപ്തി മീനാക്ഷിയോടും മിത്രയോടും രേഖപ്പെടുത്തുകയും ചെയ്തു. മീനാക്ഷി മിത്രയല്ലേ പറയുകയും ചെയ്തു, അമ്മേ ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുതെന്ന് മീനാക്ഷി പറയാണ്. ഇവിടെ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്മ ഒന്നും അല്ലാതായി തീരും. പിന്നൊരു കാര്യമുണ്ട് കേട്ടോ, അമ്മ ഇത്രയും കാലമായിട്ട് ഇവിടെ ജോലി ചെയ്തിട്ട് അമ്മേനെ ആരും പ്രശംസിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് അമ്മ വിട്ടുകൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അടുക്കള കാര്യങ്ങളൊക്കെ അമ്മയല്ലേ ഇത്ര കാലം നോക്കിക്കൊണ്ടിരുന്നേ. പിന്നെ അവരെ സഹായിച്ചോട്ടെ, ശ്രീദേവി ചേച്ചി വന്ന് സഹായിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞോണ്ട് അമ്മയ്ക്ക് ഒരു ജോലി എടുപ്പിക്കാതെ അമ്മേനെ കൊണ്ട് മാറ്റി കൊടുത്താൽ അത്ര ശരിയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേനും ഗോമതിക്ക് നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ബാലനോട് തുറന്നു പറയാൻ പേടി. ഉള്ളു നിറച്ചു ആ ഒരു ടെൻഷൻ ഉണ്ട്. പക്ഷെ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നൊരു ചിന്തയൊക്കെ ഗോമതിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പക്ഷെ എങ്കില് ആര്യനാണെങ്കിൽ നല്ല ടെൻഷനായിരുന്നു. കാരണം പലതവണ ആര്യനോട് പറഞ്ഞിട്ടുണ്ട്, അതെ നീ കല്യാണം കഴിച്ചു, മുമ്പത്തെ പോലെ ഒന്നുമല്ല, കല്യാണം കഴിച്ചു, എന്നിട്ടോ കടയിലെ ജോലിയൊന്നുമില്ല, ആര് സ്വന്തമായിട്ടാണല്ലോ ജോലിക്ക് പോകുന്നേ, നിനക്കും നിന്റെ ഭാര്യയ്ക്കൂടെ ചെലവിന് തന്റെ ഉത്തരവാദിത്വം എനിക്കാ എന്നൊക്കെ ഇടയ്ക്ക് ശ്രീദേവിയുടെ മുന്നിൽ വെച്ചും കൂടെ ബാലൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേനും ആര്യന് ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോ പിന്നീട് ആര്യനൊരു കാര്യം തീരുമാനിച്ചു. താൻ ജോലി ചെയ്യുന്ന പൈസയില് വീട്ടു ചെലവിനുള്ള പൈസയൊക്കെ അച്ഛന് കൊടുത്തേക്കാന്ന് കരുതി എന്ത് ചെയ്യുകയാണ്, അതെല്ലാവരും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആര്യം കൊണ്ടുവന്ന് പൈസ കൊടുക്കുകയാണ്. പെട്ടെന്ന് ഒരു നിമിഷം ബാലൻ ഞെട്ടിപ്പോയി. ബാലൻ പ്രതീക്ഷിച്ച കാര്യമായിരുന്നല്ലത്. പിന്നീട് പറഞ്ഞു, അതെ എന്റെ മിത്രയുടെ വീട്ടു ചെലവിനുള്ള പൈസയാണ്. വീട്ടു ചെലവ് മാത്രമല്ല, ഇവിടെ താമസിക്കുന്നുണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ പൈസ ചേർത്ത് 6000 രൂപയാണെന്ന് പറഞ്ഞു കൊടുക്കുക. പക്ഷെ എങ്കിൽ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗോമതിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഗോമതി പെട്ടെന്ന് പറഞ്ഞു, നീ എന്ത് പരിപാടിയാടാ കാണിക്കണേ? നിന്റെ അച്ഛനാ, അത് നിനക്ക് ഓർമ്മയില്ലേ? അപ്പൊ ഇത്രയും കാലം നിന്നെ നോക്കി വളർത്തേന് നീ അന്നെങ്കിൽ പണം കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്നെ കൊണ്ടൊന്നും സാധിക്കില്ല ആര്യ എന്നൊക്കെ പറയാം. പക്ഷെങ്കിൽ ആര്യം പറഞ്ഞു, അതല്ലമ്മേ കൊടുത്തേ മതിയാവുള്ളൂ. അച്ഛൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാനും മുമ്പ് ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, മിത്രയും കൂടെ ഉണ്ട്, ഞങ്ങൾ ഈ വീട്ടിലേക്കൊന്നും തരുന്നില്ല എന്നൊരു ഇടയ്ക്കിടയ്ക്ക് എന്തേലും പറയുമ്പോൾ ഒരു കൊള്ളിച്ചൊരു പറച്ചിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാന്ന് പറയണം. പക്ഷെ ഗോമതി ഓർത്തെന്താ, ബാലൻ ആ പണം വാങ്ങിക്കുമല്ലെന്ന് ഓർത്തെ. പക്ഷെ എങ്കില് ബാലൻ എന്ത് ചെയ്തു, ബാലൻ ഇങ്ങനെ ഗോമതിയോട് ഒരു കാര്യം ചെയ്യാം, ഒരു മാസം ഇവർക്ക് ഇവിടുത്തെ ചെലവ് എത്രയാന്ന് കണക്കൂട്ടി പറയാണ്. ചെലവ് മാത്രമല്ല, ഒരു വേറെ വീടെടുത്ത് അവര് വാടകയ്ക്ക് കുറച്ചാൾ പോയി കിടന്നായിരുന്നല്ലോ, അപ്പൊ ആ വാടകയും ഇതും കൂടി ചെലവും കൂടി കൂട്ടി എത്ര രൂപ വരുമെന്നൊന്ന് കണക്കൂട്ടി പറയണം. ഗോമതി പറയോ? ഒന്നും അല്ലേലും അമ്മയല്ലേ, പറയാൻ പറ്റുമോ ആരിന്റെ? അതുകൊണ്ട് ഗോമതി ഒന്നും മിണ്ടിയില്ല. പിന്നീട് ശ്രീദേവിയോട് ചോദിക്കണം. ഓരോരുത്തരോട് ചോദിച്ചിട്ട് ആരും ഒന്നും പറഞ്ഞില്ല. ശ്രീദേവി പറഞ്ഞു, ഒരു 8000 രൂപ തൊട്ട് ഒരു 10000 രൂപ വരെ ആവുമെന്ന് പറയണം. ഇത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, 6000 രൂപ എന്ത് ചെയ്യാനാ, ഒരു 8000 രൂപ വെച്ച് 10000 രൂപ വരെ ആവുന്നാ പറയണേ. പക്ഷെ ശ്രീദേവി അങ്ങനെ പറഞ്ഞത് ഗോമതിക്കോ ഈ പറയുന്ന ആനന്ദിനോ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. കാരണം അച്ഛൻ അങ്ങനെ ചോദിച്ചാൽ പോലും ഒന്നും പറയരുത്, അതായിരുന്നു അവരുടെ പോളിസി. പക്ഷെ ശ്രീദേവി അങ്ങനെയൊക്കെ ചാടിക്കേറി പറയും, ബാലന്റെ പ്രീതി പിടിച്ചു പറ്റാൻ അങ്ങനെ പറയുമെന്നുള്ള കാര്യം അവർ പ്രതീക്ഷിച്ചില്ല. ആനന്ദ് രൂക്ഷമായിട്ട് ശ്രീദേവിനെ ഒന്ന് നോക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് ബാലൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, അത്രയും പൈസ വേണം ഒരു മാസം, അല്ലാതെ നീ 6000 രൂപ കൊണ്ട് എന്താവാനാന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ ഗോമതിക്ക് സങ്കടമായി. ഗോമതി പറഞ്ഞു, അവൻ അറിവില്ലായ്മ കൊണ്ട് എന്തേലും പറഞ്ഞോ, അല്ലെങ്കിൽ തന്നോർത്തണ് ഇങ്ങനെയൊക്കെയാണോ ബാലേട്ട പെരുമാറണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലിന് ചീത്ത പറയുന്നുണ്ട്. ഈ സമയത്ത് ബാലൻ പറഞ്ഞു, ഞാനല്ലോ അവനായിട്ട് കൊണ്ടേ തന്നതല്ലേ എന്നൊക്കെ പറയണം. പക്ഷെ എങ്കില് 1000 എന്താ, ആരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ആര്യം പറഞ്ഞു, അതെ
ഈ തവണ എന്താണെങ്കിലും ഇത്ര 6,000 രൂപയേ ഉള്ളൂ, പക്ഷെ അടുത്ത മാസം തൊട്ട് ഞാൻ അതും കൂടെ കൂട്ടിയുള്ള പൈസ ഞാൻ തന്നോളാം എന്നൊക്കെ പറയണം. ആര്യന് ഒരു കാരണവശാലും അങ്ങനെ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അവനറിയാം ബാക്കി എല്ലാവരും ഇവിടെ ചെലവിന് പൈസ കൊടുക്കുന്നുണ്ട്. ചെലവിനെന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പം ആനന്ദാണെങ്കിലും അതെ. പിന്നെ പോരാത്തതിന് ഇപ്പം മീനാക്ഷിക്കും ജോലിയൊക്കെ ഉണ്ടല്ലോ, മീനാക്ഷി ആണെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ താൻ മാത്രമാണ് ഒന്നും കൊടുക്കാത്ത. മിത്ര പഠിച്ചുകൊണ്ടിരിക്കുകയും കൂടെ ആണല്ലോ, അപ്പൊ ചെലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും ബാക്കി എല്ലാ കാര്യത്തിലും. അപ്പൊ അതൊക്കെ കൊണ്ടാണ് ആര്യന് തങ്ങള് കാരണം ഇനി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്, ഒരു കണക്ക് പറച്ചിൽ ഈ കുടുംബത്തിൽ ഉണ്ടാവരുത് എന്ന ആര്യന് നിർബന്ധം ഉണ്ടായിരുന്നു. തനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, താൻ എന്ത് കേട്ടാലും കുഴപ്പമില്ല. പക്ഷെ മിത്രനെ കൊച്ചാക്കുന്നതിനോട് ആര്യന് ഒരു താല്പര്യം ഇല്ലായിരുന്നു. അങ്ങനെ ബാലൻ എന്ത് ചെയ്ത് ആ പണം അങ്ങോട്ട് മേടിച്ചുകൊണ്ട് കടലിലേക്ക് പോവാണ്. ഗോമതിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഗോമതി പിന്നീട് ആര്യന്റെ അടുത്തേക്ക് എന്നിട്ട് ആര്യനെ ചീത്ത പറയുമ്പോൾ ആര്യം പറഞ്ഞു, അമ്മേ എന്നെ എന്ത് വെള്ളം പറഞ്ഞോട്ടെ, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എങ്കില് മുമ്പത്തെ പോലെ അല്ല ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ. മിത്രയും കൂടെ എന്നോടൊപ്പം ഉണ്ട്. ഞാൻ തന്നെ ഉണ്ടായിരുന്ന സമയത്ത് ഞാനെങ്കിലും ചെയ്തിട്ടില്ല. പക്ഷെ മിത്രയുടെ ചെലവും കൂടെ അച്ഛൻ വഹിക്കണമെന്ന് പറയുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് നിന്റെ ഭാര്യയുടെ ചെലവും കൂടെ ഞാൻ വഹിക്കണമല്ലോ എന്നൊരു രീതിയിൽ സംസാരം വന്നു കഴിയുമ്പോഴത്തേനും എനിക്ക് പിന്നെ ചെലവിന് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ അച്ഛനും അമ്മയും കല്യാണം കഴിഞ്ഞ് കുറച്ച് ആൾക്കാരുള്ള വീട്ടിലേക്ക് ചെല്ലുന്നെങ്കിൽ അച്ഛനും അമ്മയും ചെലവിന് കൊടുക്കേണ്ട വരില്ല, അവിടെ പൈസ കൊടുക്കേണ്ട വരില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ കാരണവന്മാർ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെലവഴിക്കുമോ എന്ന് ചോദിക്കാം. അത് കേട്ടപ്പോൾ ഗോമതിക്ക് ഉത്തരം കിട്ടി. പിന്നീട് പറഞ്ഞു, അതെ മിത്രനെ ആരുടെ മുന്നിൽ താത്തി കെട്ടാനായിട്ട് എനിക്ക് ഉദ്ദേശമില്ല. ഞങ്ങൾ തമ്മിലുള്ള കല്യാണം എങ്ങനെ നടന്നാലും ആയിക്കോട്ടെ, അമ്മയുടെ ഒത്താശയോടെ നടന്നേ. പക്ഷെ എങ്കില് ഇപ്പൊ അവൾ എന്റെ ഭാര്യയാണ്. അവൾ ആരുടെ മുന്നിൽ ഇങ്ങനെ തല കുനിച്ച് നിൽക്കുന്ന കാണാനായിട്ട് എനിക്കൊട്ടും ആഗ്രഹമില്ലെന്ന് പറയാം. ഇത് മിത്ര പുറത്ത് കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മിത്രയ്ക്ക് സന്തോഷമായി. കാരണം പണ്ടത്തെ ആരിനല്ല, അതിനൊത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. തന്നെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് മിത്രയ്ക്ക് നന്നായിട്ടറിയാം. അപ്പൊ തനിക്കൊരു വിഷമം വന്നാലോ അല്ലെങ്കിൽ താൻ ആരുടെയും മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാലോ തന്നെ രക്ഷിക്കാനായിട്ട് ആരും വരുമെന്നൊരു ചിന്ത മിത്രയുടെ മനസ്സിലേക്ക് ഉണ്ടാവുകയാണ്. പിന്നീട് അവരങ്ങോട്ട് പോവാണ്. പക്ഷേങ്കില് ശ്രീദേവി ആണെങ്കിൽ ഇടയ്ക്ക് എവിടെയാലും ഒരു പാരമണിയാൻ അവസരം കിട്ടുവാണെങ്കിൽ അതങ്ങനെ പാരമണിയാൻ തന്നെ നോക്കിയിരുന്നു. പക്ഷേങ്കില് ശ്രീദേവിക്ക് നല്ല 8ന്റെ പണി തന്നെയാണ് മീനാക്ഷിയും മിത്രയും കൂടെ കൊടുക്കുന്നത്. ചെറിയ പണിയൊന്നും അല്ല കൊടുക്കുന്നത്. കാരണം മിത്രയ്ക്ക് ഒരു നല്ല വിഷമമുണ്ടായിരുന്നു. ആരും തന്നെയാണല്ലോ ഇങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജോലി ചെയ്ത് തന്റെ കാര്യങ്ങൾ നോക്കുന്നത്. ഇപ്പൊ ഞാൻ പൈസ കൊടുക്കുന്നത്, അതുകൊണ്ട് ആരിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ തന്നെ കൊണ്ട് എന്ത് ജോലി ചെയ്യാൻ പറ്റും? ഒരു പാർട്ട് ടൈം ആയിട്ടാണെങ്കിലും ജോലി ചെയ്തിട്ടാണെങ്കിലും തനിക്ക് ആരിനെ സഹായിക്കണമെന്നുണ്ട്. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് മീനാക്ഷിയും ഗോമതിയും പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് മിത്ര തന്നെ മനസ്സിലിരിപ്പ് പറയണം, എങ്ങനെയെങ്കിലും ആരിനെ എനിക്കൊന്ന് സഹായിക്കണമെന്നുണ്ട്. അല്ലെങ്കിൽ എത്രയെന്ന് വെച്ചാ പാവം ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നതാണ്, എന്റെ പഠിപ്പിനൊക്കെ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ. അപ്പൊ എന്താണല്ലോ ഒരു പാർട്ട് ടൈം ജോലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി എന്നൊക്കെ പറയണം. ഇത് കേട്ടോണ്ട് ശ്രീദേവി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് നോക്കൂടെ, കോളേജിൽ പോയിട്ട് വന്നിട്ട്. പക്ഷെ അങ്ങനെ ആലോചിച്ചിട്ട് എന്ത് ചെയ്യണമെന്നൊരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല മിത്രയ്ക്ക്. അവസാനം ശ്രീദേവി തന്നെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ട്യൂഷൻ എടുക്കാലോ, അല്ലെങ്കിൽ പിന്നെ സോപ്പ് ഉണ്ടാക്കുന്നോ അങ്ങനെയൊക്കെ വലുതും. പക്ഷെ അതിനോടൊന്നും മിത്രയ്ക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷെ ട്യൂഷൻ എടുക്കാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മിത്രയ്ക്ക് സന്തോഷമായി. ട്യൂഷൻ എടുക്കാൻ നല്ല കാര്യമാണ്. കുറച്ച് കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുക, അപ്പൊ അതിന് വരുമാന മാർഗം ആയിക്കോളും, നല്ല കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അത് മീനാക്ഷിയും ഗോമതി അംഗീകരിച്ചു. അത് നല്ല കാര്യമെന്ന് പറയണം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ആരിന് കുറച്ചാണെങ്കിലും ആരിനൊരു കൈത്താങ്ങാകൂലോ എന്നൊരു ചിന്തയായിരുന്നു മിത്രയുടെ മനസ്സിൽ. പക്ഷേങ്കില് മിത്ര ഒരു കാര്യം പറഞ്ഞു, ഒരാൾ തന്നെയാകുമ്പോൾ ഒരു കുറച്ച് പിള്ളേരെ മാത്രം മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ, ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നല്ല കാര്യമാണ്. ഗോമതി പറഞ്ഞല്ലോ, LKG UKG ഒക്കെ ആണെങ്കിൽ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, 1 2 ഒക്കെ കുറച്ചൊക്കെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ മീനാക്ഷിക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ജോലിക്ക് പോയിട്ട് വന്ന് മടുത്തായിരിക്കും വരുന്നേ. അപ്പൊ വന്നേയും പിന്നെ ട്യൂഷൻ എടുക്കാന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. മീനാക്ഷി പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റില്ല, വന്നു കഴിഞ്ഞിട്ട് സഹായിക്കാനും കൂടെ ഇരിക്കാനൊന്നും പറ്റില്ല, ചിലപ്പോൾ വർക്കിലോട് കൂടുതൽ കാണും എനിക്ക് ഓഫീസിൽ, അപ്പൊ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ ഇറങ്ങാനായിട്ട് പറ്റുള്ളൂ, അതുകൊണ്ട് അതും പറ്റില്ല. പക്ഷെങ്കിൽ ആ സമയം മിത്ര ഇങ്ങനെ ആലോചിച്ചു. മിത്ര ആലോചിച്ചിട്ട് പറഞ്ഞു, പറ്റിയ ഒരാളുണ്ടെന്നൊക്കെ പറയണം. പിന്നീട് അത് ആരാന്ന് ചോദിച്ചപ്പം ശ്രീദേവി അടുത്താന്ന് പറയണം. ശ്രീദേവി ഒന്ന് ഞെട്ടിപ്പോയി. മിത്ര പറഞ്ഞു, ഒന്നുമല്ലേ MA ലിറ്ററേച്ചർ അല്ലേ, അപ്പം നല്ല കാര്യമല്ലേ, നല്ല വിദ്യാഭ്യാസമുള്ള, നമ്മളെക്കാളും ഒക്കെ വിദ്യാഭ്യാസമുള്ള ആളിലെന്ന് ചോദിക്കണം. ഇത് കേട്ടത് മീനാക്ഷി പറഞ്ഞു, അത് ശരിയാ, ഇംഗ്ലീഷൊക്കെ അല്ലേ, കുട്ടികൾക്കാണെങ്കിലും ഇംഗ്ലീഷൊക്കെ ആയിരിക്കണം കുറച്ച് ടഫ് ആയിട്ടുള്ള വിഷയം, അപ്പൊ അതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നല്ല കാര്യമായിരിക്കില്ലേ വലിയ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും. പക്ഷേങ്കിൽ ശ്രീദേവി ശരിക്കും പെട്ടുപോയി. ശ്രീദേവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഒന്നും അറിയത്തില്ല എന്നുള്ള കാര്യം തനിക്കല്ലേ അറിയത്തുള്ളൂ. MA ലിറ്ററേച്ചർ ആന്നുള്ള ഒരു വെറുതെ ഒന്ന് തള്ളങ്ങോട്ട് മറിച്ചു വിട്ടതാ. പക്ഷേങ്കിൽ ഇപ്പോഴാണ്ടേ തള്ളി മറിക്കലൊക്കെ ആണ്ട് തന്റെ തലയ്ക്ക് നട്ടപ്പുറം തന്നെ വന്നിരിക്കുക. വല്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ. അവസാനം
അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രീദേവി കിടന്ന് ഉരുണ്ട് കളിക്കുന്നുണ്ട്. ശ്രീദേവിക്ക് മനസ്സിലായി തനിക്കിട്ടുള്ള പണിയാ കിട്ടുന്നതെന്നൊക്കെയുള്ളേ. പക്ഷെ എങ്കില് ഈ പറയുന്ന മീനാക്ഷോ മിത്രയോ ഇതിനെക്കുറിച്ചും ചിന്തിച്ചിട്ട് പോലും അവരുടെ വിചാരം എന്താ, ലിറ്ററേച്ചർ ആകുമ്പോൾ കൂടെ നിൽക്കുന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നുള്ളേ. പിന്നീട് ശ്രീദേവിനെ വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് വിരുന്നിന് പോകുന്നതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പം ഒരു ബന്ധത്തിലുള്ള ഒരു ബന്ധു വീട്ടിലേക്ക് വിരുന്നിന് പോകാനായിട്ട് ശ്രീകല പറയുന്നുണ്ട്. അപ്പൊ ആനന്ദനെയും കൂട്ടി വിരുന്നിന് പോകുന്ന കാര്യമൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ശ്രീദേവിക്ക് ഒരു ബുദ്ധിമുട്ട്. എങ്ങനെ ആനന്ദനോട് പറയണേ? അപ്പൊ ആ സമയത്ത് ശ്രീകല പറഞ്ഞു, അതെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇപ്പൊ തന്നെ നീ അവനെ മുറുക്കെ പിടിച്ചോണം, ഒരു കാരണവശാലും പിടിപെടല്. നാളെ നമ്മുടെ ചതികളും കള്ളത്തരങ്ങളൊക്കെ ആ വീട്ടിൽ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ നിന്നോടൊപ്പം നിൽക്കണം. അവനൊരു കാരണവശാലും നിന്നെ തള്ളിക്കളയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നീ അവനെ ചേർത്ത് നിർത്തണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. അതിന് വേണ്ടുന്ന എന്താന്ന് വെച്ചാൽ നീ ചെയ്തോണം എന്ന് പറയാം. അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എടി നീ അവനെ സ്നേഹിച്ച് കയ്യിലെടുക്കണം. അറിയാലോ ആ വീട്ടിലുള്ള ഓരോരുത്തരെ, പിന്നെ മെയിനായിട്ട് അറിയാലോ ആ ബാലനെയാണ്. ബാലന്റെ വാക്കാണ് അവസാനത്തെ വാക്കെന്നറിയാലോ. ബാലനെ കയ്യിലെടുത്താൽ പിന്നെ ഒന്നും നോക്കാനില്ല. നീ പറയുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും. ആ കുടുംബത്തിലെ മൂത്ത മരുമോളാ നീയാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട, അറിയാലോ എന്നൊക്കെ പറയണം. ഇത് കേട്ടതും ശ്രീദേവി പറഞ്ഞു, ഞാൻ നോക്കാം അമ്മേന്നൊക്കെ പറയണം. നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ വിരുന്നിന് പോകാൻ വരുമ്പോൾ സ്വർണ്ണാഭരണങ്ങളെല്ലാം കൊണ്ടുവരണം. സ്വർണ്ണാഭരണം എന്ന് പറഞ്ഞാൽ മുക്കുപണ്ടം. ചോദിക്കുവാണെങ്കിൽ വിരുന്നിന് പോകാൻ നേരത്തെ ഇട്ടുകൊണ്ട് വന്നാന്ന് പറഞ്ഞാൽ മതി. പിന്നെ അവിടെ ലോക്കർ വെച്ചെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ശ്രീദേവിക്ക് ഒരു പേടി, ഇനി അത് എങ്ങനെ പറഞ്ഞെല്ലാം മേടിച്ചെടുക്കും. അമ്മയുടെ കയ്യിലാണ് അതൊക്കെ ഇരിക്കണേ. ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ സ്ത്രീകളെ വിടാൻ ഭാവമില്ലായിരുന്നു. അവസാനം നോക്കട്ടെ അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീദേവി ഫോൺ കട്ട് ചെയ്യുവാണ്. ആ സമയം ബാലൻ കടയിലേക്ക് എന്നാലും ബാലന്റെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ആരിനിങ്ങനെ പൈസ കൊണ്ട് തന്നേല്. കാരണം അവൻ സ്വയം പര്യാപ്തത നേടിയിട്ട് കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി. ഇനിയിപ്പോ കുഴപ്പമില്ല, അവൻ എന്താണെങ്കിലും മുന്നോട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നൊരു പ്രതീക്ഷയൊക്കെ ബാലന്റെ മനസ്സിലുണ്ട്. കാരണം അവന് വാശിയുള്ളവനാണ്. അതുകൊണ്ടാണ് അവന് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ കടയിലേക്ക് എന്നുമ്പോഴത്തേനും ധർമ്മനും ആകാശിനോട് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അച്ഛൻ നല്ല ദേഷ്യത്തിനാണ് വീട്ടിൽ നിന്ന് പോന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ദേഷ്യം തീർക്കുവോ? കാരണം ആരും പൈസ കൊടുത്തതിന്റെ. അങ്ങനെ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോ ആരിനെ കുറെ കുറ്റം പറയുന്നുണ്ട് ബാലൻ. അവന് ഇത്രയും കാലം ഞാൻ ആരും നോക്കി വളർത്തി, എന്നിട്ട് അവൻ കണക്ക് പറഞ്ഞ് എനിക്ക് പൈസ തന്നിരിക്കുന്നു, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക. ആ സമയം രാമേട്ടൻ വന്നിട്ട് പറഞ്ഞു, ആരും ചെയ്തതിൽ എന്താ തെറ്റിരിക്കുന്നത്, നല്ല കാര്യമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ നല്ല കാര്യമാണ് പോലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചീത്ത പറയാണ് ആരിനെ. അവസാനം ധർമ്മനാണെങ്കിലും ആകാശനാണ് മനസ്സിലായി, ഇനി ഇവിടെ നിന്നിട്ടുണ്ട് കളി പന്തിയാവില്ല, ഡെലിവറി കൊടുക്കാനെന്നും പറഞ്ഞ് അവര് സ്ഥലം കാലിയാക്കുകയാണ്. ഈ സമയം അയാളുടെ രാമേട്ടനോട് ബാലൻ പറഞ്ഞു, അതെ ഞാൻ നോക്കിയിട്ട് അവന് മിടുക്കനാന്ന് പറയാണ്. അപ്പൊ ഇത്ര സമയം കുറ്റം പറഞ്ഞു അതൊക്കെ ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ രാമേട്ടൻ പറഞ്ഞു, ഞാനും അത് തന്നെയാ ആലോചിച്ചേ, അവന് നിറയുള്ളവനാ, അതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ. ഉറപ്പായിട്ടും കണ്ടു അവന് നല്ല വിജയത്തിലേക്ക് എത്താൻ പറ്റും ബാല, നീ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല എന്ന് പറയണം. കുടുംബത്തോട് അവൻ എന്നും അവന് ആത്മാർത്ഥമുള്ളവൻ അവനാന്ന് പറയണം. കാരണം രാമേട്ടൻ അറിയാം അവനോ എന്തെങ്കിലും ഉണ്ടെങ്കിലും തുറന്നു പറയും. ആര്യന് നേരെ വാ നേരെ പോകുന്ന സ്വഭാവം മനസ്സിൽ വെക്കില്ല. അതിപ്പോ അച്ഛനാണെങ്കിലും ശരി, അമ്മയാണെങ്കിലും ശരി, മിത്രനാണെങ്കിലും ശരി, ഭാര്യയോടാണെങ്കിലും ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് തുറന്നു പറഞ്ഞ് അവിടെ അങ്ങ് തീർക്കും. അല്ലാതെ മനസ്സിൽ വെച്ചിട്ട് പേടിച്ചൊന്നും ഇരിക്കില്ല. പിന്നെ അച്ഛനോടാണല്ലോ പറയാൻ പാടില്ലോ എന്നെന്ന് കരുതിയിട്ട് ഒന്നും പറയാതിരിക്കത്തില്ല. ശരിയെന്ന് തോന്നുന്നവരെ അങ്ങനെ തന്നെ തന്നെ ചെയ്യും. പിന്നീട് ബാലൻ പറഞ്ഞു, എനിക്കറിയാം അവന് എന്നാണെങ്കിലും പണമൊക്കെ സമ്പാദിക്കാൻ തുടങ്ങി, വീട്ടിൽ തരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അവന്. പിന്നെ ഞാൻ എല്ലാവരുടെ മുന്നിൽ വെച്ച് കുറ്റം പറഞ്ഞ് അതെനിക്ക് അങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാന്നൊക്കെ ബാലൻ പറയണം. കാരണം ബാലനൊരു മനസ്സിൽ ഈഗോ ഉണ്ട്, അതുകൊണ്ടാണ് ബാലൻ അങ്ങനെ പറയണേ. രാമേട്ടൻ പറഞ്ഞു, എനിക്കറിയാം ബാല, നിന്റെ മനസ്സ് എനിക്ക് അറിയാന്ന് പറയണം. പക്ഷെ ബാലൻ മറ്റുള്ളവരുടെ എല്ലാവരുടെ മുന്നിൽ ആരിനെ ചീത്ത പറയണം. പക്ഷെ ബാലന്റെ ഉള്ളില് അതിനോടൊരു സ്നേഹം ഉണ്ട് താനും. പിന്നീടാണെങ്കിൽ ട്രെയിനിങ്ങിന്റെ കാര്യങ്ങളൊന്നും വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവസാനം ട്രെയിനിങ്ങിന്റെ കാര്യം പറയേണ്ടതായിട്ട് സാഹചര്യം വരുവാണ്. കാരണം മീനാക്ഷിക്ക് ട്രെയിനിങ് ഉണ്ട്. ട്രെയിനിങ് പോകുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എതിർക്കുക ചെയ്ത ബാലന്. കാരണം എന്തിനാ ട്രെയിനിങ്ങിന് പോകുന്നത്, അതിന്റെ ആവശ്യമുണ്ടോ, അങ്ങനെ എങ്ങനെയൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേനും ആകെപ്പാട് ടെൻഷനായി പോയി മീനാക്ഷിക്ക്. അവസാനം കൂടെ ആര് പോകുന്നായി. അവനെ വിടാന്ന് കഴിഞ്ഞപ്പോ ആകാശിനെ വിടാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ പറഞ്ഞു, വേണ്ട കടയിൽ നല്ല ജോലികളൊക്കെ ഉണ്ടെന്ന് പറയണം. അങ്ങനെ അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാനും ആനന്ദേട്ടനും കൂടെ പോകാന്ന് പറയണം. പക്ഷേ എങ്കില് അതിനെ കയറി വട്ടമെതിർത്തു ഈ പറയുന്ന ആരിനൊക്കെ. കാരണം ആരും പറഞ്ഞു അതെങ്ങനെ ശരിയാവും, അവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടും കൂടെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ലെന്ന് പറയണം. ആനന്ദും എതിർത്തു. ആനന്ദിനും ഇഷ്ടപ്പെട്ടില്ല. ആനന്ദ് പറഞ്ഞു, ഒരു റൂമായിരിക്കും ചിലപ്പോൾ അലൗഡ് ആയിട്ടുള്ള, ട്രെയിനിങ്ങിൽ വരുമ്പോൾ അതിൻ്റെ ഒരു റൂം മാത്രമേ കൊടുക്കത്തുള്ളൂ. ആ റൂമിൽ
മീനാക്ഷിക്ക് കിടക്കണ്ടേ. അപ്പൊ പിന്നെ ഞങ്ങൾ രണ്ടും കൂടി ചെന്നിട്ടുണ്ട് എന്നാ ചെയ്യൂന്നൊക്കെ ചോദിക്കുകയാണ്. ശ്രീദേവി അതൊരിക്കലും പ്രതീക്ഷ കാര്യമില്ല. ശ്രീദേവിയാണെ ആ ഗ്യാപ്പിൽ ആനന്ദിനെ കൊണ്ട് വീട്ടിൽ നിന്ന് പോകാന്ന് വിചാരിച്ചിരുന്നായിരുന്നു കൊച്ചിക്ക്. പക്ഷേങ്കിൽ ശ്രീദേവിയുടെ ആ മോഹമൊക്കെ അങ്ങോട്ട് പാളി പോവാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഇനിയിപ്പം നടക്കാൻ പോകുന്ന എന്താണെങ്കിലും ഒരു വടംവലി തന്നെ നടക്കും. ഒരു വശത്ത് ഗോമതി, ഒരു വശത്ത് ശ്രീദേവി. കാരണം ബാലന് ശ്രീദേവിയോട് കൂടുതൽ സ്നേഹം കാണിച്ചു കഴിയുമ്പോൾ ഗോമതിക്ക് ഇഷ്ടപ്പെടില്ല. അവസാനം ഗോമതിക്ക് സമനിലയേറ്റ് ഗോമതി ഓരോന്നൊക്കെ വിളിച്ചു പറയുകയും ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.